ഗ്രൈൻഡറിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇഡലിക്കും ദോശയ്ക്കുമുള്ള മാവ് അരയ്ക്കുന്ന വീഡിയോ കാണിച്ചു തരാമെന്ന്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഉള്ള ഇഡലി, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഡലി റൈസാണ് കേട്ടോ. 4 ഗ്ലാസ് ഇഡലി റൈസ് എടുത്തിട്ടുണ്ട്, 2 ഗ്ലാസ് ഉഴുന്നും എടുത്തിട്ടുണ്ട്. അതുപോലെ അത് മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് കേട്ടോ. ലേശം ഉലുവയും, പിന്നെ 2 ഗ്ലാസ് അരിയാണെങ്കിൽ 1 കപ്പ് ഉഴുന്ന് മതിയാവും കേട്ടോ. ഞാൻ അതിൻ്റെ ഇരട്ടിയാണ് എടുത്തിരിക്കുന്നത്, 4 ഗ്ലാസ്. അതിപ്പോൾ ഞാൻ വൈകിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത്. രാവിലെയാണ് ഞാൻ സാധാരണ അരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ വൈകിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്, നമുക്ക് അരയ്ക്കാറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അരയ്ക്കുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ ഇതിന് വേണ്ടി ചിലർ ചോറ് അരച്ച് ചേർക്കും. ഞാൻ അരച്ച് ചേർക്കുന്നത് വെള്ളയവലാണ് കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് വെള്ളയവൽ എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇത് ഈ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് എടുത്ത് വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനത് വെള്ളം ഒഴിച്ച് അവൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഉഴുന്നരച്ച് തുടങ്ങാം. ആദ്യം നമുക്ക് ഉഴുന്നരയ്ക്കണേ. ഉഴുന്ന് ലേശം കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉഴുന്ന് നമുക്ക് അത്യാവശ്യം അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് അരഞ്ഞ് വരുമ്പോഴത്തേനും നമുക്കതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകുമേ. ഇതിപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പം കുറച്ച് മാവേ ഉള്ളൂ കണ്ടോ. ഇപ്പം ഞാൻ ഉഴുന്ന് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മാവ് അരഞ്ഞ് വരുമ്പോൾ കണ്ടോ കുറച്ചേ ഉള്ളൂ. ഇതിനി കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പതഞ്ഞു പൊങ്ങും. ഈ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ മാവ് എടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. ഉലുവയെ കൂടെ ഇട്ടുകൊണ്ട് എനിക്കറിയത്തില്ല എങ്ങനെയാകുമെന്ന്. ഞാൻ പക്ഷേ ഇതുവരെ എടുത്ത് നോക്കിയിട്ടില്ല. ഇനി ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ. ഇപ്പോൾ കണ്ടോ മാവ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയത് കണ്ടോ. അപ്പോൾ ഇഡലി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. കണ്ടോ ഇപ്പോൾ നന്നായിട്ട് ഇത്രയും പറഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. ആദ്യം കണ്ടതല്ലേ ഉഴുന്നിൻ്റെ അളവ് എത്രയാണെന്ന് അറിഞ്ഞത്. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ട് ഇത് കണ്ടോ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട് ഇത്രയും കേട്ടോ. അത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ മാവ് നമുക്കൊന്ന് കോരി മാറ്റാം കേട്ടോ. ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വേണം നമുക്ക് അരി അരയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉഴുന്ന് മുഴുവൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. സാധാരണ ഈ പാത്രത്തിലോട്ടാണ് ഞാൻ എടുത്ത് മാറ്റുന്നത് കേട്ടോ. ഇത് മുഴുവൻ അരച്ച് വരുമ്പോഴത്തേനും സാധാരണ മാവ് ഇത്രയേ കാണാറുള്ളൂ. അതായത് ഈ 4 ഗ്ലാസ് അരിയും 2 ഗ്ലാസ് ഉഴുന്നും അരച്ച് വരുമ്പോഴത്തേനും ആ ചരുവത്തിൻ്റെ 1/4 ഭാഗം വരെ എത്താറുള്ളൂ. ഇതിപ്പോൾ ഉഴുന്ന് അരച്ചപ്പോൾ തന്നെ ആ ചരുവത്തിൻ്റെ 1/4 ഭാഗത്തോളം എത്താറായേ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. അപ്പോൾ നമുക്ക് ഈ കുറേശ്ശെ അരി ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ. നേരത്തെ ഉഴുന്നരച്ച പോലെ തന്നെ കുറച്ചിട്ട് കൊടുക്കുക, പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക, അങ്ങനെ ചെയ്യാവേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അവലുണ്ടല്ലോ, അവൽ വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ, അതിട്ട് കൊടുക്കുക. അവൽ നന്നായിട്ട് കുതിർന്ന് പോകും. അപ്പോൾ ആ ഗ്ലാസ് ഞാനൊരളവായിട്ട് കാണിച്ചാണ്. 1 ഗ്ലാസ് എടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് വെച്ചിട്ട് വെള്ളം ഒഴിച്ചാലും മതി. ഇതുകൊണ്ട് സാധാരണ ഞാൻ മാവ് അരയ്ക്കുമ്പോൾ ഇത്രയേ കിട്ടാറുള്ളൂ, അതായത് മുഴുവനായിട്ട് അരയ്ക്കുമ്പോൾ. ഇതിപ്പോൾ ഉഴുന്നരച്ചപ്പോൾ തന്നെ ഇത്രയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മാറ്റി വേറെ വലിയൊരു പാത്രത്തിലോട്ടാക്കാൻ പോവാണ്. കാരണം ആദ്യമായിട്ട് അത് ചെയ്ത് നോക്കുന്നത്, അതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഞാനിത് വലിയ ചരുവത്തിലോട്ടാക്കിയിട്ടുണ്ട്. അത് തൊട്ട് നോക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ആ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഉഴുന്നരച്ചതല്ലേ, കാരണം രണ്ടും കൂടെ ഒന്ന് മിക്സ് ആയാലല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൈയിട്ട് ഇളക്കി ശരിയാക്കണ്ടേ. അതുകൊണ്ട് ഞാൻ അരിക്കകത്തോട്ട് തന്നെ ഉഴുന്നും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കല്ല്, അത് അരയ്ക്കുന്ന കല്ലുണ്ടല്ലോ, അത് വേറൊരു പാത്രത്തിലോട്ട് വെക്കാം. എന്നിട്ട് അതിനകത്ത് മാവ് മുഴുവൻ നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് എടുത്ത് വയ്ക്കാവേ. അതിനുശേഷം നമുക്ക് ഈ വലിയ പാത്രം ഉണ്ടല്ലോ, അരച്ച പാത്രം, അതെടുത്തിട്ട് ഈ ചരുവത്തിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവേ. പിന്നെ ഇത് കഴുകാനും എളുപ്പമാണ് കേട്ടോ. ഞാനതൊക്കെ കാണിച്ചു തരാവേ. ആദ്യം നമുക്ക് ഈ മാവ് മുഴുവനായിട്ട് അതിനകത്തോട്ട് മാറ്റാം. അപ്പോൾ ഈ മാവ് മാറ്റിക്കഴിഞ്ഞിട്ട് കുറച്ച് ഇത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നെടുത്ത് ആ ഇതും കൂടെ ഞാൻ ഈ ചരുവത്തിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കാം. കൈകൊണ്ട് നന്നായിട്ട് ഇളക്കുമ്പോൾ പെട്ടെന്ന് പൊങ്ങി വരുമെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ ആ വലിയ ചരുവത്തിൽ നിന്ന് കുഞ്ഞ് 2 സ്റ്റീലിൻ്റെ ചരുവത്തിലോട്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ആ അരച്ച് വെച്ച മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വരട്ടെ. ഇതിപ്പോൾ ഞാൻ ഒരു ഉച്ചയൊക്കെ ആകാറായി അരച്ചപ്പോഴത്തേനും, വൈകുന്നേരം ആകുമ്പോഴത്തേനും പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ ആ മാവൊന്ന് പൊങ്ങി വരട്ടെ.
ഇതിപ്പം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു വലിയ ചരുവോ മറ്റേതൊരു കുഞ്ഞു ചരുവാണ്. കുറച്ച് വ്യത്യാസമേ ഉള്ളൂ വലിപ്പത്തിൻ്റെ ഇതിൽ. എന്നാലും ഞാൻ ഈ ചെറിയ ചരുവത്തിലെ മാവ് കുറച്ചെടുത്ത് വലിയ ചരുവത്തിലോട്ടാക്കിയിട്ടത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവാണ്. കാരണം ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായിട്ട് പുളിച്ചു പോവേ. അപ്പോൾ ഒത്തിരി പുളിച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ച് ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. അപ്പോൾ ഈ കുറച്ചുള്ള മാവിനകത്തോട്ട് നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇഡലിത്തട്ടിൽ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 2 ഇഡലിത്തട്ടിൽ ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ഇഡലിത്തട്ട് മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഒരു ഇഡലിത്തട്ട് ഉണ്ടാക്കുന്നത്. ബാക്കി ദോശ ഉണ്ടാക്കാനായിട്ടാണ്. ഇപ്പോൾ ഇഡലിത്തട്ടിലെല്ലാം മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഈ തട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതിയാവുക. അപ്പം മാവ് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ദോശയ്ക്കുള്ള ബാറ്റർ റെഡിയാക്കാവേ. അപ്പം ഈ വെള്ളം തിളച്ച് വരുന്നിടം വരെ ആ ദോശയ്ക്കുള്ളത് നോക്കാം. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ലേശം വെള്ളം ചേർത്ത് കൊടുക്കണം. കാരണം ദോശയ്ക്ക് ഇപ്പോൾ ഇച്ചിരി നീണ്ടിരിക്കണം ദോശമാവ്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇഡലിത്തട്ട് വെച്ച് കൊടുത്തിട്ട് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാവേ. എന്നിട്ട് നമുക്കിനി ദോശയുടെ കാര്യം നോക്കാം. ഇപ്പോൾ ദോശ ബാറ്റർ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നല്ലെണ്ണയാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. ദോശക്കല്ലിലോട്ട് നല്ലെണ്ണ തേച്ച് കൊടുത്തിട്ട് ദോശമാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. പിന്നെ മേളിലോട്ട് ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്താൽ നല്ല മൊരിഞ്ഞ് കിട്ടും കേട്ടോ. ഈ ദോശയുടെ ഇത് തിരിച്ചിടണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു വശം വെന്താലും മതി. പിന്നെ ഞാൻ ചുമ്മാ തിരിച്ചിട്ടെന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇഡലി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാവേ. തണുത്ത് കഴിയുമ്പോഴത്തേന് ആ തട്ടിൽ നിന്ന് ഇഡലി എടുക്കാനായിട്ട് എളുപ്പമാണ്. നമ്മുടെ ദോശയും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഇഡലിത്തട്ടിൽ നിന്ന് ഇഡലി എടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റാണ്. അതുപോലെ മിക്സിയിൽ അരയ്ക്കുന്നതിലും കുറച്ച് ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഇതിന് കേട്ടോ. ഒന്നും കൂടെ ഒരു ടേസ്റ്റ് കൂടുതൽ ഗ്രൈൻഡറിൽ അരച്ചപ്പോഴാണെന്ന് എനിക്ക് തോന്നിയത്. കാരണം നമുക്കറിയാമല്ലോ, കുറച്ച് നാൾ ഇഡലി കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ പുതിയൊരു ഇത് ട്രൈ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എനിക്ക് ഗ്രൈൻഡറിൽ അരച്ച ഇഡലിയുടെ ഇതാണ് എനിക്കിഷ്ടപ്പെട്ടത് കേട്ടോ. നോക്കുമ്പോൾ തന്നെയല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും നല്ല അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഗ്രൈൻഡറൊക്കെ ഉള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം കേട്ടോ. ബൈ.